സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാലിരാരംഭവീരരായൊരു സേവിപ്പാൻ ശക്തി നൽകണം, സത്യധർമാദി സദ്ഗുണങ്ങൾ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹുവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. രക്ഷിതാക്കൾ ഒന്ന് സീറ്റിലേക്ക് ഇരിക്കുകയോ? പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവരും സീറ്റിൽ ഇരിക്കണല്ലേ? ടീച്ചർ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ആയിരത്തി 1901 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ 125ാം വാർഷികാഘോഷവേളയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ അവസരത്തിൽ നമുക്ക് മുമ്പേ ഈ വിദ്യാലയാങ്കണത്തിലൂടെ സഞ്ചരിച്ച ഗുരുകാരണവന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. നമ്മുടെ വാർഷികാഘോഷവേളയുടെ ഭാഗമായുള്ള കലാപരിപാടികൾ 2 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ആസ്വദിച്ച KG കുട്ടികളുടെ പരിപാടികൾ, അതുപോലെ 1ാം ക്ലാസ്സിലെ പരിപാടികൾ, ഇനി നടക്കാൻ പോകുന്ന പരിപാടികളും നമ്മുടെ അധ്യാപകർ പഠിപ്പിച്ചെടുത്തതാണ്. ഏറ്റവും മനോഹരമായ ഒരു വർഷമാണ് കടന്നുപോയിട്ടുള്ളത്. ഏറ്റവും മനോഹരവും മികച്ചതുമായ ഒരു അധ്യയന വർഷം 2025-26. ഏറ്റവും നല്ല അഡ്മിഷൻ KGയിലേക്കും 1ാം ക്ലാസ്സിലേക്കും 100-നടുത്ത് കുട്ടികൾ അഡ്മിഷൻ എടുത്തു. അതുപോലെ മേളകളിൽ, എല്ലാ മേളകളിലും മികച്ച വിജയം. ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു വർഷം കടന്നുപോയി. പ്രവേശനോത്സവം മുതൽ വാർഷികാഘോഷം വരെയുള്ള ഒരു യാത്രയിൽ, വാർഷികാഘോഷവേളയിലാണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും, ക്ഷണം സ്വീകരിച്ച എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഷീജ ടീച്ചർ. ഷീജ ടീച്ചറെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അധ്യക്ഷ സ്ഥാനം, അതുപോലെ നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ. അവരെയും വളരെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യാതിഥി നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഏറ്റവും സൗമ്യനായി നേതൃസ്ഥാനം എങ്ങനെ അലങ്കരിക്കാം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്
അധ്യാപകരുടെയും പ്രധാനാധ്യാപകരുടെയും സൗഹൃദ ഓഫീസ് അതിൻ്റെ വിളക്കായി വിളങ്ങുന്ന കുഞ്ഞി മൊയ്തു സാർ, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട BPC സന്തോഷ് സാർ BRC പ്രവർത്തനങ്ങളെ ഒരു പുത്തൻ ഉണർവോടുകൂടി അവിടെ ഒരു പുത്തൻ ഉണർവ് നൽകിയ ഏറ്റവും നല്ല രീതിയിൽ അടുക്കും ചിട്ടയുമായി ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന സൗമ്യശീലനായ സന്തോഷ് സാർ. അതിലുപരി അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയോ കൂടിയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് ഏതവസരത്തിലും എന്ത് കാര്യമുണ്ടെങ്കിലും എത്തിച്ചേരുന്ന, എന്നാൽ അനാവശ്യമായ യാതൊരു ഇടപെടലുകളും നടത്താതെ ഏറ്റവും നല്ല ഒരു സ്ഥാനം അലങ്കരിക്കുന്ന അതുപോലെ തന്നെ അദ്ദേഹവും നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജർ ഉമ്മർ മാസ്റ്റർ, ഈ വിദ്യാലയം അദ്ദേഹത്തിൻ്റെതാണ്. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ന് നമ്മുടെ വിദ്യാലയം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളുടെയും പിന്നിൽ അദ്ദേഹമാണ്. നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റ് ഏത് കാലത്തും നമ്മൾ അത്രയും ഭാഗ്യം ചെയ്തവരാണ്. കാലോചിതമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു. ഇന്നും അതേപോലെ തന്നെ ഉമ്മർ മാഷിൻ്റെ കൈകളിൽ ഈ വിദ്യാലയം ഏറെ സുരക്ഷിതമായിരിക്കുന്നു. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ അധ്യാപകർ, എൻ്റെ കൂടെയുള്ള സുഹൃത്ത് അധ്യാപകർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, എൻ്റെ സ്വപ്നത്തിൻ്റെ ചിറകുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സ്വപ്നങ്ങളാണ് എൻ്റെ വിദ്യാലയത്തെക്കുറിച്ച്. എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, ഞങ്ങൾക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. അച്ചടക്കമുള്ള വിദ്യാലയം, പഠന നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാലയം, മേളകളിൽ മികച്ച വിദ്യാലയം. ഇത്തരത്തിൽ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നങ്ങൾക്ക് ഉയർന്നു പറക്കണമെങ്കിൽ തീർച്ചയായും കരുത്തുള്ള ചിറകുകൾ കൂടിയേ തീരൂ. ആ ചിറകുകളാണ് എൻ്റെ അധ്യാപകർ. ഏറ്റവും മികച്ച ഒരു അധ്യയന വർഷമാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ സുഹൃത്ത് അധ്യാപകരാണ്. അവരെ അഭിനന്ദിക്കാനുള്ള അവസരമായി കൂടി ഇത് ഉപയോഗിക്കുകയാണ്. അവരെയും ഔപചാരികതയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ക്ലാപ്സ് ആവാട്ടോ. നമുക്ക് കൂടി അനുഭവമുള്ളതല്ലേ അധ്യാപകരുടെ മികവുകൾ. അപ്പോൾ നല്ലതൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഓരോ ക്ലാപ്സ് ആവാം. ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരം വൃത്തിയോടും രുചിയോടും കൂടി പാചകം ചെയ്ത് നൽകുന്ന ശോഭ ചേച്ചി, വിദ്യാലയം ഇത്രയും ശുചിത്വത്തോടെ വൃത്തിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന പുഷ്പ ചേച്ചി, അതുപോലെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വലിയ പരാതികൾക്കൊന്നും ഇട നൽകാതെ ഏറ്റവും സുരക്ഷിതമായി എത്തിക്കുന്ന, അതുപോലെ തിരിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ വാഹനങ്ങളുടെ സാരഥികളായ അവർക്കും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ക്ലാപ്സ് കൊടുക്കും മക്കളെ. എങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ? അതുപോലെ തന്നെ ഒരു സ്ഥാപനം ഇവിടെ നടക്കുമ്പോൾ നാട്ടുകാർ കൂടെ നിൽക്കണം. നാട്ടുകാർ, അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ചെയ്യുന്നത്, അതുപോലെ ഡിജിറ്റൽ സ്ക്രീൻസ് തയ്യാറാക്കിയത് ഐഡിയൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ്. അവർ ഏറ്റവും സൗഹൃദത്തോടെ
വേണ്ട സൗകര്യങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ തന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും പരിപാടി കഴിയുന്നതുവരെ ഈ സഹകരണം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷീജ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആയിഷ മേക്കോട്ടിൽ, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട HM ജിജി ടീച്ചർ, പ്രിയപ്പെട്ട AEO കുഞ്ഞുമൈദ് മാഷ്, പ്രിയപ്പെട്ട BPC സുഹൃത്ത് സന്തോഷ് മാഷ്, ഏറ്റവും പ്രിയപ്പെട്ട മാനേജർ ഉമ്മർ മാഷ്, എൻ്റെ പിതൃതുല്യനായിട്ടുള്ള ഇവിടുത്തെ മുൻ അധ്യാപകനുമായിട്ടുള്ള പ്രിയപ്പെട്ട അഹമ്മദ് മാഷ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ സന്തോഷം. നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. പരിപാടികൾ വളരെ ഗംഭീരമായിരുന്നു. ഒരു 5-6 പരിപാടികൾ ഞാൻ കണ്ടു. കുട്ടികളെ അതിന് പ്രാപ്തരാക്കിയ അധ്യാപിക സുഹൃത്തുക്കളെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ആദ്യമായി ഉപയോഗപ്പെടുത്തുന്നു. ഏതായാലും കുറേ സംസാരങ്ങൾ കേൾക്കാൻ അല്ല നിങ്ങളിരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും കൃത്യമായ ബോധ്യമുണ്ട്. 125 വർഷങ്ങൾ പിന്നിട്ട ഒരു സ്ഥാപനത്തിൻ്റെ 125ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ ഓരോരുത്തരും. ബീറ്റ്സ് 2K26 എന്ന ഈ പരിപാടിയിൽ നമുക്ക് കുറേ പരിപാടികൾ കണ്ട് ആസ്വദിക്കാനുണ്ട്. സമയം പരിമിതമാണ്. ഏതായാലും 125 വർഷത്തോളം ഒരു പ്രദേശത്തിൻ്റെ സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ പുരോഗതി കൈവരിക്കുന്നതിന് ഈ വിദ്യാഭ്യാസ സ്ഥാപനം വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുക, അവരെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ലക്ഷ്യം. നമുക്കറിയാം, LP തലത്തിൽ നിന്നാണ് കുട്ടികളെ ഏത് തലത്തിലൊക്കെ മാറിപ്പോകുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. LP തലം KG മുതൽ ഇപ്പോൾ KG സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പൊക്കെ LP തലങ്ങളിൽ നിന്ന് കുട്ടികളെ പല മേഖലകളിലേക്ക് കുട്ടികളുടെ അഭിരുചികളൊക്കെ കണ്ടെത്താനൊക്കെ കഴിയുന്ന സാഹചര്യം. അവിടെ നിന്നാണ് പിന്നെ UP സ്കൂളിലേക്ക് പോവുക, പിന്നെ ഹൈസ്കൂളിലേക്ക് പോവുക, പിന്നെ പ്രീ ഡിഗ്രി കാലഘട്ടം, ഇങ്ങനെയായിരുന്നു തുടർന്നു പോയിരുന്നത്. ഏതായാലും നമുക്കറിയാം, നമ്മുടെ LP സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ആ കാലഘട്ടത്തെക്കുറിച്ചാണ്. നമ്മുടെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. ആ കാലഘട്ടം ഒരിക്കലും നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ആ ഒരു പാട്ടൊക്കെ അല്ലേ, തിരുമുറ്റത്തെത്താൻ മോഹൻ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സ്കൂളിൻ്റെ LP സ്കൂളിൻ്റെ ഭാഗങ്ങളിലേക്ക് വീണ്ടും എത്താൻ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, അന്നത്തെ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഏതായാലും ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനും ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് സ്കൂളുകൾ തന്നെയാണ്. സ്കൂളുകൾ തന്നെയാണെന്ന് പറയാനുള്ള പ്രത്യേക കാരണം എന്താണ്? ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. എൻ്റെ മെമ്പർമാർ 2 പേര് ഇവിടെ ഈ വേദിയിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒന്ന് നമ്മളെ സൈതാക്ക അവിടെ ഇരിക്കുന്നതാണുണ്ട്, ഒന്ന് ഫസീല അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവരൊക്കെ വേദിയിലേക്ക് ഇരുന്നാൽ കുറച്ചുകൂടി നന്നായിരുന്നു തോന്നുന്നു. ഏതായാലും ഞാൻ പറയുന്നത്, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഘടകം എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ്. കൂടുതൽ സമയം രക്ഷിതാക്കളോട് കൂടെ എല്ലാ കുട്ടികളും സമയം ചെലവഴിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കുട്ടികൾ അധ്യാപകരോടൊപ്പമാണ്. അധ്യാപകരാണ് ഈ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നത്. അവരുടെ കൈകളിൽ കുട്ടികൾ സുരക്ഷിതരാണ്. ആ സുരക്ഷിത ബോധം നമ്മളിൽ രക്ഷിതാക്കളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത്.
നിങ്ങളൊക്കെ ആ കാര്യത്തിൽ പ്രത്യേകം സന്തുഷ്ടരാണ് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് നിങ്ങളൊക്കെ ഇവിടെ കൂടിയിട്ടുള്ളത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായ കൈകളിലാണ്, നിങ്ങളുടെ ടീച്ചർമാരുടെ കൈകളിലാണ്. ടീച്ചർമാർ കുട്ടികളെ നോക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഞാനും നിങ്ങളുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രധാന ഘടകം. LKGയിൽ പഠിക്കുന്ന ഒരു കുട്ടി 2-3 ദിവസം ഒരു ടീച്ചർ സ്കൂളിൽ വരാത്തതിൻ്റെ കാരണം അന്വേഷിക്കുക, എന്താണ് ടീച്ചർ വരാത്തത് എന്നൊരു LKG പഠിക്കുന്ന കുട്ടി അന്വേഷിക്കുക. 3 ദിവസം കഴിഞ്ഞ് ടീച്ചർ വന്ന സമയത്ത് കുട്ടി സങ്കടത്തോടു കൂടി ടീച്ചറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ടീച്ചർ എന്തേ വരാറുന്ന് അവൻ്റെ ഭാഷയിൽ ചോദിക്കുകയാണ്. ടീച്ചർ എന്താണ്, എവിടെയായിരുന്നു, ടീച്ചർ വരാറുന്നത് എന്തായിരുന്നു എന്ന് ചോദിക്കുക. അപ്പോൾ ടീച്ചർ പറയാം കുട്ടിയോട്, ടീച്ചർക്ക് വാവായിട്ടായിരുന്നു വരാറുന്നത്. അപ്പോൾ കുട്ടി പറയാം, ഞാൻ മറ്റേ ടീച്ചറോട് ചോദിച്ചു നിങ്ങൾ എന്താ വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർമാരും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതൊരു സ്നേഹബന്ധം തന്നെയാണ്. ആ കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമ്മുടെ കുട്ടികളൊക്കെ സുരക്ഷിതരാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ ടീച്ചർ ഇവിടെ പറഞ്ഞു. വളരെ നല്ല ചുറ്റുപാടുകൾ പ്രിയപ്പെട്ട മാനേജർ ഉമ്മർ മാഷിൻ്റെ കൈകളിൽ ഇത് വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഈ വിദ്യാഭ്യാസ സ്ഥാപനം കൃത്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി കാണുന്നത് വരെ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ ഇരിക്കാനും നിങ്ങളുടെ കുട്ടികളുടെ പരിപാടികൾ ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിന് പ്രത്യേകം അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇവിടെ കുട്ടികളെ ഇത്തരത്തിൽ പ്രാപ്തരാക്കിയതിന്. ഞാൻ വന്ന സമയത്ത് നല്ല ഒരു ഒപ്പന പരിപാടിയായിരുന്നു. എന്തായാലും വളരെ നന്നായിരുന്നു. ഒരിക്കൽ കൂടി പ്രശംസിക്കുന്നു. ഏതായാലും ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ബഹുമാനിയായ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് ഹിന്ദ്. സോറി, റിപ്പോർട്ട് അവതരണത്തിന് ജിജി ടീച്ചറെ ക്ഷണിച്ചതിന് ശേഷം ഉദ്ഘാടനം. നമസ്കാരം. സാധാരണയായി റിപ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഇനി ഉറങ്ങാനുള്ള സമയമാണ് എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ഉറക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതും ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചു നോക്കിയതാണ്. എല്ലാവരും സഹകരിക്കണം. ഒരു 2025-26 അധ്യയന വർഷം ഒരു ദൃശ്യവിരുന്നായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനായി എല്ലാവരെയും ക്ഷണിക്കുന്നു.